അപ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റ് മലപ്പുറത്തെ കേരളത്തിലേക്ക് ചേർക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. മലപ്പുറത്ത് ഉജ്ജ്വലമായ വിജയം UDF-നുണ്ടായി. ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ മനോഭാവത്തെക്കുറിച്ചാണ്. വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ഇത് പക്ഷപാതമുള്ള സർക്കാരാണ്. ഈ സർക്കാരിന് കൃത്യമായ പക്ഷപാതമുണ്ട്. ആ പക്ഷപാതത്തിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നത് മലപ്പുറം ജില്ലയാണ്. ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ ഡോക്ടർമാരുടെ തസ്തികയിൽ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടത്ര പരിഗണന നൽകിയില്ല എന്ന് മാത്രമല്ല, മലപ്പുറം ജില്ലയെ അവഗണിക്കുന്ന തരത്തിലേക്ക് അത് മാറി എന്നുള്ള 202 ഡോക്ടർമാരുടെ തസ്തിക സൃഷ്ടിച്ചപ്പോൾ കേവലം 4 മാത്രമാണ് മലപ്പുറം ജില്ലയ്ക്ക് ലഭിച്ചത്. ഇതേക്കുറിച്ച് മീഡിയ വൺ നേരത്തെ വാർത്ത ചെയ്തിരുന്നതിന് പിന്നാലെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. യുവജന സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ നജീബ് കാന്തപുരം MLA നമ്മളൊപ്പം ചേരുകയാണ്. ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരുപക്ഷെ ഇത്തരം ആശുപത്രികൾ രോഗികൾ കൂടുതലുള്ള ഒരു ജില്ലയാണ്, ഡോക്ടർമാർ ആവശ്യമുള്ള ഒരു ജില്ലയാണ്. ആ ഒരു പരിഗണന പോലും നൽകിയില്ല എന്നുള്ളതാണ്. കടുത്ത അവഗണനയാണ് എല്ലാ കാലത്തും ഇടതുപക്ഷ സർക്കാർ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മലപ്പുറം ജില്ലയോട് കാണിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ 10 വർഷം അതിന്റെ പാരമ്യതയിലേക്ക് ആ അവഗണന കുതിച്ചുയർന്ന ഒരു കാലമാണ്. നമ്മൾ വിദ്യാഭ്യാസ രംഗത്തുള്ള നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ക്ലാസ് മുറിയിൽ കുട്ടികൾക്ക് ഇരിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ക്ലാസ് മുറികൾ മാറുന്നതിനെക്കുറിച്ച്, അതിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ ഗൌരവമേറിയ ഒരു കാര്യം, ഒരു ജനതയോട് അവരുടെ ആരോഗ്യരംഗത്ത് അവർക്ക് ഇതൊക്കെ അവകാശമാണ്, നമ്മളുടെ അവകാശമാണ്. ഞാൻ നിയമസഭയിൽ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് നിരവധിയായ തവണ, 2 തവണ അടിയന്തര പ്രമേയം ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു 3-4 തവണ സബ്മിഷനുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അന്നൊക്കെ നമ്മൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ജില്ലയിൽ ഡോക്ടർമാരെ അനുവദിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയ മാനദണ്ഡം ബെഡുകളുടെ എണ്ണമാണ്. ആ ബെഡുകളുടെ എണ്ണം അടിസ്ഥാന യൂണിറ്റ് ആയിട്ട് വെച്ചിട്ടാണ് നമ്മുടെ ഡോക്ടർമാരെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും എല്ലാവരെയും നഴ്സുമാരെയൊക്കെ നിയമിക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മലപ്പുറത്ത് ഇവർ വളരെ തന്ത്രപരമായിട്ട് ചെയ്തിരിക്കുന്ന കാര്യം, ആദ്യം അവർ വെട്ടിയത് ബെഡാണ്. ബെഡ് വെട്ടിക്കൊണ്ട് തന്നെ തുടങ്ങി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ 10% ജനങ്ങൾ മലപ്പുറം ജില്ലയിലാണ് താമസിക്കുന്നത്. നമ്മൾ കേരളത്തിന്റെ ജനസംഖ്യയുടെ ഒരു 10% ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് 204 പുതിയ തസ്തികകൾ കൊണ്ടുവരുമ്പോൾ 20 തസ്തികയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് കൊണ്ടുവരണമല്ലോ. എന്നാൽ 4 ഡോക്ടേഴ്സിന് മാത്രമാണ് കേരളത്തിലെ ആരോഗ്യവകുപ്പ് മലപ്പുറത്തേക്ക് നിയമിച്ചത്. ഇതെന്തൊരു അവഗണനയാണ്. മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ സ്വകാര്യ സ്ഥാപനങ്ങളെ സഹായിക്കും വിധം മലപ്പുറം ജില്ലയിലെ തന്നെ ഒരു മെഡിക്കൽ സിറ്റി ആയിട്ടുള്ള പെരിന്തൽമണ്ണയിലേക്ക് ഒരൊറ്റ ഡോക്ടറെ പോലും അനുവദിച്ചില്ല. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി മന്ത്രിയും മന്ത്രിയുടെ DHS-ഉമാണ്. കാരണം ഞാൻ അവരെക്കുറിച്ച് നിരവധി തവണ ആക്ഷേപം ഉന്നയിച്ചതാണ്. ആരോഗ്യ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്ന, DHS ആയിട്ട് നിൽക്കുന്ന ആളുകളുടെയൊക്കെ മനസ്സിലിരിപ്പ് വളരെ മോശമാണ്. അവർ മലപ്പുറം ജില്ലയോട് കാണിക്കുന്ന വളരെ തെറ്റായ ചില സമീപനങ്ങളുണ്ട്. ആ സമീപനം മുമ്പ് ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, മലപ്പുറം ജില്ലയ്ക്ക് ഒരു ഗുണകരമായിട്ടുള്ള കാര്യം ഉണ്ടാവാൻ അനുവദിക്കുകയില്ല എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ ഏറ്റവും വലിയ ഒരു സ്ട്രോക്ക് സെന്ററായിട്ട് നമ്മൾ കണ്ടത് പെരിന്തൽമണ്ണയായിരുന്നു. അവിടേക്ക് ഒരു ന്യൂറോ ഡോക്ടറെ പോലും തന്നില്ല. നിങ്ങൾ നോക്കൂ, ഇവിടെ എത്ര പ്രസവം നടക്കുന്ന ഹോസ്പിറ്റലാണ്, ഇവിടെ എത്ര ഡോക്ടർമാരെ തന്നു, എത്ര പാരാമെഡിക്കൽ സ്റ്റാഫിനെ തന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഡോക്ടറെ പോലും തന്നില്ല. അതുപോലെ യൂറോളജിയിൽ ഒരു ഡോക്ടറെ പോലും തന്നില്ല. ഗാസ്ട്രോയിൽ ഒരു ഡോക്ടറെ പോലും തന്നില്ല. കാർഡിയോ തൊറാസിക് സർജറിയുടെ കാര്യത്തിൽ ഒരു സർജനെ പോലും തന്നില്ല. കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറായിട്ട് 48 എണ്ണം പുതുതായിട്ട് സൃഷ്ടിച്ചു. നിങ്ങൾ നോക്കണം, 48 പുതിയ തസ്തിക 14 ജില്ലകളിലേക്കും വീതിക്കേണ്ടതല്ലേ? അതിൽ ഒരു തസ്തിക പോലും മലപ്പുറം ജില്ലയിലേക്ക് തന്നില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മലപ്പുറം ജില്ലയിൽ ഇത്രയേറെ രോഗികളുള്ള ഒരു ജില്ലയിൽ ന്യായമായി കിട്ടേണ്ട ഒരു അവകാശം പോലും നൽകാതെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പരിതാപകരമായിട്ടുള്ള അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റ് മലപ്പുറത്തെ കേരളത്തിലേക്ക് ചേർക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. മലപ്പുറത്ത് ഉജ്ജ്വലമായ വിജയം UDF-നുണ്ടായി. ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ മനോഭാവത്തെക്കുറിച്ചാണ്. വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ഇത് പക്ഷപാതമുള്ള സർക്കാരാണ്. ഈ സർക്കാരിന് കൃത്യമായ പക്ഷപാതമുണ്ട്. ആ പക്ഷപാതത്തിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നത് മലപ്പുറം ജില്ലയാണ്. വിദ്യാഭ്യാസ രംഗത്ത് എങ്ങനെയാണോ മലപ്പുറത്തെ ചുരുട്ടിക്കൂട്ടിയത്, അതിനേക്കാൾ മൃഗീയമായി മലപ്പുറം ജില്ലയെ ചവിട്ടി താഴ്ത്തുകയാണ് ആരോഗ്യരംഗത്ത് ഇപ്പം നടക്കുന്നത്. ഇതൊരു കാരണവശാലും പൊറുക്കാൻ പറ്റുന്ന കുറ്റമല്ല. നിയമസഭ വരട്ടെ, ഞങ്ങൾ അതിശക്തമായി ആഞ്ഞടിക്കും. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും
മലപ്പുറം ജില്ലയുടെ നികുതി വരുമാനത്തിന്റെ വിഹിതം കൊണ്ടുപോകുന്ന സർക്കാർ അതിന്റെ ഒരു പങ്ക് ഈ ജില്ലയിലേക്ക് തന്നില്ലെങ്കിൽ അതിനേത് പ്രതിഷേധവും നടത്താൻ ഞങ്ങൾ ഒരുക്കാണ്. ഏതായാലും ഇതിനകത്ത് കൃത്യമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നജീബ് കാന്തപുരം എം.എൽ.എ പറയുന്നത്. അനൂപ് ചീക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.